ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 14. ഫോർ ഈച്ച് സബ്സ്പേസ് ഇൻ എക്സസൈസ് 14 ഫൈൻഡ് എ ബേസിസ്. നമുക്കിവിടെ ഓരോ സബ്സ്പേസുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ ഒരു ബേസിസ് ഫൈൻഡ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഡയമെൻഷൻ. ഇനി ആ കിട്ടുന്ന ബേസിസിന്റെ ഡയമെൻഷൻ എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള സബ്സ്പേസിലെ മെട്രിക്സുകൾ, അതായത് വെക്ടേഴ്സ് ഈ രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. നോക്കൂ, ഇവിടെ എസും ടി എന്നുള്ള രണ്ട് നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്താക്കാൻ പറ്റും? രണ്ട് കോളം മെട്രിക്സിന്റെ സം ആക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള ഈ കോളം മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് കോളം മെട്രിക്സിന്റെ സം ആക്കി എഴുതാം. നോക്കൂ, ഇവിടെ S-2t ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ എഴുതേണ്ട മെത്തേഡ് ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എസ് എഴുതുക. ഓക്കെ, ഇവിടെ എസ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എസ് എഴുതുക. ഇവിടെ എസ് ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ 0 എഴുതുക. ഓക്കെ, ഇതിനൊരു കോളം മെട്രിക്സ് ആക്കി നിർത്തുക. ഓക്കെ, എന്നിട്ട് പ്ലസ് ഇടുക. ഓക്കെ, ഇനി ഇവിടെ ടീന്റെ ടേം ഉണ്ടല്ലോ, അത് -2t ആണ്. സോ -2t. ഇവിടെ ടീന്റെ ടേം +t ആണ്, t. ഇവിടെ ടീന്റെ ടേം 3t. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഇതിലെല്ലാം എസ് ഉണ്ടല്ലോ, എസിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എസിനെ പുറത്തേക്ക് വെച്ചു. 0 എന്ന് പറഞ്ഞാൽ മീനിങ് 0 into s എന്നാണ്. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ മീനിങ് 1 into s, 1 into s, 0 into s. അപ്പൊ ഈ എസിനെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 1 1 0 എന്നാണ് കിട്ടുക. ഓക്കെ, ഇതിൽ ടി ഉണ്ടല്ലോ, ടി നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -2, ഇവിടെ ടീന്റെ അടുത്ത് 1 ഉണ്ട്, -2 1 3, -2 1 3. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന s into 1 1 0 plus t into -2 1 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് കോളം മെട്രിക്സിനെ ഒരു സെറ്റ് ആക്കി മാറ്റാം. നോക്കൂ, ഈ സെറ്റിനെ ഇതിലെ ഫസ്റ്റ് വെക്ടർ ഞാൻ v1 ഉം സെക്കൻഡ് വെക്ടർ ഞാൻ v2 എന്നും പേര് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ സ്പാൻ എടുക്കാം നമ്മൾ. എന്ന് പറയുമ്പോൾ സ്പാൻ ഓഫ് സെറ്റ് v1, v2. ഓക്കെ, അപ്പൊ ഈ v1 v2 എന്നുള്ള രണ്ട് കോളം മെട്രിക്സിന്റെ സ്പാൻ എടുക്കാം. നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? ഇതൊരു സബ്സ്പേസ് ആയിരിക്കും, ഇത് നമ്മൾ h എന്ന് കോൾ ചെയ്യാം. ഓക്കെ, നമ്മൾ അതിനെ അങ്ങനെ വിളിക്കാം. നോക്കൂ, certainly spans the subspace. ഈ രണ്ട് കോളം മെട്രിക്സ് എന്ത് ചെയ്യും? നമ്മൾ തന്നിരിക്കുന്ന സബ്സ്പേസിനെ സ്പാൻ ചെയ്യും. നമ്മൾ അതിനെ എന്ത് ചെയ്യാം? ഒരു h എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഫസ്റ്റ് വെക്ടറിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് കിട്ടുമോ നോക്കാം. സെക്കൻഡിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് കിട്ടുമോ നോക്കാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ അത് രണ്ടും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ ഈ ഫസ്റ്റ് വെക്ടറിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് സെക്കൻഡ് കിട്ടൂല. സെക്കൻഡിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഫസ്റ്റും കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത് ഈ രണ്ട് വെക്ടേഴ്സ് ആരെ സ്പാൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന സബ്സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ രണ്ട് വെക്ടേഴ്സ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് കോളം മെട്രിക്സ് ഉള്ള ഈ സെറ്റ് എന്താണ്? ഒരു ബേസിസ് ആയി. കാരണം ബേസിസ് ആവാൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, തന്നിരിക്കുന്ന സ്പേസിനെ സ്പാൻ ചെയ്യണം. അത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഇതെന്താണ്? ഒരു ബേസിസ് ആണെന്ന് പറയാം. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റിന്റെ ആൻസർ. ഇത് നോക്കൂ, ഈ ബേസിസിലെ എലമെന്റ്സിന്റെ എണ്ണമാണ് ഡയമെൻഷൻ. ഈ ബേസിസിൽ രണ്ട് എലമെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് എലമെന്റ് v1, സെക്കൻഡ് എലമെന്റ് v2. അപ്പൊ ഇവിടെ ഡയമെൻഷൻ എന്താണ്? ഈ ബേസിസിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് h എന്താണ്? 2.